വി ഡി സതീശന് പല ഘട്ടങ്ങളിലും പാളിച്ചകൾ പറ്റും നമ്മൾ കാണുന്നത്. കൃത്യമായ രൂപത്തിൽ മുന്നണിയെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റാത്തൊരു കാര്യം. അതിനിടയിൽ വന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു പ്രശ്നം, ഇതൊക്കെ ഉണ്ടാകുന്നൊരു കുഴപ്പമുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ പല ആളുകളും പറയുന്നത് KC വേണുഗോപാൽ രംഗത്ത് വന്നുകൊണ്ട് നയിച്ചാൽ മാത്രമേ ഈ മുന്നണിയെ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അതെന്താ അവരുടെ കാര്യമാണ്. പക്ഷേ സത്യത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഐക്യം, ഒറ്റക്കെട്ടായിട്ട് UDF-നെ മുന്നോട്ടേക്ക് നയിക്കാൻ വി ഡി സതീശന് കഴിയും എന്നൊരു തോന്നലുണ്ടാവുന്നില്ല. പിന്നെ താങ്കൾ തന്നെ പറഞ്ഞ പോലെ സുധാകരൻ എത്രമാത്രം ഈ പല പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന ആളാണെങ്കിലും KPCC പ്രസിഡന്റ് എന്ന രീതിയിൽ അദ്ദേഹത്തിന് സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ സണ്ണി KPCC പ്രസിഡന്റ് ആയ സമയത്ത് അധികം വിവാദങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. പക്ഷേ KPCC പ്രസിഡന്റ് എന്ന് പറയുന്നത് ഒരു വലിയ ചുമതലയെ, പ്രതിപക്ഷ നേതാവിനേക്കാൾ ഉയർന്ന ചുമതലയാണത്. ആ ചുമതലയിലേക്ക് അദ്ദേഹത്തിന് വരാൻ പറ്റുന്നുണ്ടോ ഉള്ള ഒരു സംശയമുണ്ട്. രണ്ടാമത്തേത് ഈ മൊത്തമായിട്ടുള്ള ഐക്യം, ഇപ്പം ഈ രമേശ് ചെന്നിത്തല പറയുന്നതാണോ അല്ലെങ്കിൽ വി ഡി സതീശൻ പറയുന്നതാണോ KC വേണുഗോപാൽ പറയുന്നതാണോ ആര് പറയുന്നതാണ് ശരിയെന്ന് പറയുന്ന രൂപത്തിലേക്ക് അത് ആരാണ് നയിക്കാൻ പോകുന്നുള്ള സംശയമുണ്ട്. അപ്പം മുന്നണിയെ ഒറ്റക്കെട്ടായിട്ട് കൊണ്ടുപോകാനുള്ള ഒരു സ്ഥൈര്യം അല്ലെങ്കിൽ ധൈര്യം അത് ഉള്ള നേതാവ്, അങ്ങനെ നേതൃപാഠവുമുള്ള നേതാവിൻ്റെ ഒരു അഭാവം എന്ന രീതിയിൽ അത് സതീശന് സ്വാഭാവികമായിട്ട് കോൺഗ്രസ്സുകാരാണ് തീരുമാനിക്കേണ്ടത്. ആര് നയിക്കണമെന്നവർ തീരുമാനിക്കണം. അങ്ങനെ ആ ഒരു വലിയ ഒറ്റക്കെട്ടായിട്ട് ഇടക്കാലത്ത് ഉണ്ടായിരുന്ന വലിയ തരത്തിൽ ഈ സർക്കാരിനെ പൂർണ്ണമായിട്ടും പരാജയപ്പെടുത്തും എന്ന് കോൺഗ്രസിനെയോ UDF-നെയോ ഒന്നും അത്ര താല്പര്യമില്ലാത്ത ആളുകൾക്ക് പോലും തോന്നിയിരുന്ന ഒന്നുണ്ടായിരുന്നു. ആ അവസ്ഥ ഇപ്പോഴില്ലാതായിട്ടുണ്ട്. അവിടെയാണ് അവർ കുറേ കൂടി അവർ തന്നെ വിചിന്തനം നടത്തിയിട്ട് ഓരോ രാഷ്ട്രീയ പ്രശ്നങ്ങളെയും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമായിട്ട് കണ്ടുകൊണ്ട് എങ്ങനെയാണ് നേരിടേണ്ടത്. ഇപ്പോൾ നേരിടുന്ന രീതി ഏതായാലും ശരിയായിട്ടുള്ളതല്ല. ഇതൊക്കെ സർക്കാർ പറയുന്നതൊക്കെ ശരിയാണ്, പക്ഷെ അതത്ര പോരാ എന്ന് പറയുന്ന ഒരവസ്ഥ കൊണ്ട് കാര്യമായില്ല. മറിച്ചിടാൻ പറ്റുന്ന രൂപത്തിലൊരു തന്ത്രം അവർ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. ശരി, അപ്പോൾ ജനങ്ങൾ ശക്തമായ ഒരു സംവിധാനത്തെ എല്ലായ്പ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ്. അത് ഏത് തെരഞ്ഞെടുപ്പിലായാലും. ഞാനൊന്ന് ജിൻഡോയിലേക്ക് എൻ്റെ മറുപടിയിൽ പോകുന്നതിന് മുമ്പേ സജീഷ്, ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം ശബരിമലയുമായി ബന്ധപ്പെട്ടതാണ്. നിങ്ങളിപ്പോൾ ഉണ്ടാക്കുന്ന ഈ ഹൈപ്പ് മുഴുവൻ ശബരിമലയിൽ കോടതി മേൽനോട്ടത്തിലുള്ള അന്വേഷണത്തിൽ 8ാം പ്രതിയായ ദേവസ്വം ബോർഡും അതിന് തലപ്പത്തിരിക്കുന്ന CPM നേതാവും അതെല്ലാം കൂടി വരുമ്പോൾ ഇതെല്ലാം കൂടെ മറിഞ്ഞു വീഴുമെന്നുള്ള ചോദ്യം ഞാൻ സ്പെസിഫിക്കായി ചോദിച്ചിരുന്നു. സത്യത്തിൽ ഞാൻ ആ ചോദ്യത്തിന് മറുപടി പറയാതിരുന്നതല്ല. യഥാർത്ഥത്തിൽ ജിൻഡോ കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞു വെച്ചുകൊണ്ട് അത് പറയാതെ പോകരുത് എന്നുള്ളതുകൊണ്ട് മാത്രമാണ് പറഞ്ഞത്. ഒന്ന്, അത്തരമൊരു അന്വേഷണത്തെയൊന്നും ഞങ്ങൾ ഭയക്കുന്നില്ല. ഇത്തരമൊരു അന്വേഷണം നടക്കണം എന്നുള്ള അഭിപ്രായം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. ആ അന്വേഷണത്തിൽ കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ പണ്ട് ഏതൊക്കെ അന്വേഷണം നടത്തിയിട്ടുണ്ടോ ആ അന്വേഷണമൊക്കെ എവിടെ എത്തിയിരുന്നോ അതുപോലെ തന്നെ ഈ അന്വേഷണം എത്തും. ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് ശ്രീ നിഷാദ്. ഞങ്ങളുടെ ഭാഗത്തു നിന്നൊരു തെറ്റ് വരില്ല, ബോധപൂർവമായ ഒരു തെറ്റുണ്ടാവരുത് എന്ന് നല്ല പ്രതിജ്ഞ എടുത്തിട്ട് പ്രവർത്തിക്കുന്നവർ തന്നെയാണ് ഞങ്ങൾ. അതുകൊണ്ടാണ് ഇവർ അഴിമതി എന്ന് പറഞ്ഞിട്ട് എത്ര പ്രാവശ്യം കോടതിയിൽ കയറി ഇറങ്ങി. ആ കോടതിയിൽ നിന്നൊക്കെ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണ്, പബ്ലിക് ഇൻട്രസ്റ്റ് അല്ല എന്ന് കേൾക്കേണ്ടി വന്നത് പ്രതിപക്ഷ നേതാവിനല്ലേ കേരളത്തിൽ അഴിമതിയുമായി പോയിട്ട്.